بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته أيها التلاميذ. إن شاء الله في هذا اليوم في هذا الحصة إني أريد أن ألقي إليكم قصة مشهورة. أنتم سمعتم من قبل هذه القصة إن شاء الله في العربية. نحن نقرأ الكلمات والجملات إن شاء الله. الدجاجة الذهبية، دجاجة ذهبية، ذهب സ്വർണം, ദജാജ കോഴി. الدجاجة الذهبية പൊൻകോഴി, സ്വർണ്ണക്കോഴി എന്നൊക്കെ പറയാം. الدخول إلى قصة إن شاء الله. تعالوا معي إلى هذه القصة قصيرة والمطلوب منكم المحاولة لفهم جيد على شكل صحيح. إن مزارعا وزوجته كانا يملكان في مزرعتهما دجاجة جميلة ذهبية اللون. ഒരു കൃഷിക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൃഷിയിടത്തിൽ ഒരു സ്വർണ്ണ നിറമുള്ള കോഴിയെ വളർത്തിയിരുന്നു. ഇന്ന മുസാരിയൻ ഒരു കൃഷിക്കാരൻ, ഫാമർ, വസൗജതഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ, കാനായംലിക്കാനി രണ്ടുപേരും മിൽക്ക് മലക്ക എംലിക്കാനി ഉടമപ്പെടുത്തിയിരുന്നു. ഫി മസ്റഅതിഹിമ, മസ്റഅ എന്ന് പറഞ്ഞാൽ കൃഷിയിടം. ദജാജത്തൻ ജമീലത്തൻ ദഹബിയത്തുൽ ലൗൻ, ദഹബിയത്തുൽ ലൗൻ സ്വർണ്ണ നിറമുള്ള ഭംഗിയുള്ള കോഴിയാണ്. വകാനത്ത് ഹാദിഹി ദജാജ തളഉ കുല്ല യൗമിൻ ബൈദത്തൻ ദഹബിയ്യ യബീആനിഹാ വയസുദ്ദാനി ബിഹാ ഹാജാതിഹിമ. എന്നും ഈ കോഴി സ്വർണ്ണ നിറമുള്ള മുട്ടയിടാറുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അത് വിറ്റ് തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുകയും ചെയ്യാറുണ്ടായിരുന്നു. തളഉ കുല്ല യൗമിൻ, വളഅ യളഉ ഇടുക, ബൈള എഗ്, ദഹബിയ സ്വർണ്ണ നിറമുള്ള മുട്ടയാണ് ഇടുന്നത്. യബീആനിഹ ബഅയബീഉ അവർ അതിനെ വിൽക്കും. വയസുദ്ദാനി ബിഹ, സദ്ദ യസുദ്ദു എന്ന് പറഞ്ഞ് ഫില്ല് ചെയ്യുക, തങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുക. ഫില്ലിങ് ദെയർ നീഡ്സ്. യസുദ്ദാനി ബിഹ, അതുകൊണ്ടാണ് ഇവർ തങ്ങളുടെ ഹാജത്തുകൾ, ആവശ്യങ്ങളൊക്കെ നിറവേറ്റാറുണ്ടായിരുന്നത്. ഫക്കറ ഹാദൽ മുസാരിഉ യൗമൻ ബിഅൻ യഖൂമ ബിദബ്ഹി ദജാജ ലിസ്തിഖ്റാജി മാ യഹ്വീഹി ബത്നുഹാ മിൻ ബൈളാത്തിൻ ദഹബിയ്യ യബീഉഹാ വയഹ്സുലു മിൻഹൽ കസീറ മിനൽ മാൽ. ഒരു ദിവസത്തിൽ ഈ കൃഷിക്കാരൻ പുതിയ ഒരു ആഗ്രഹം, എന്തിനാണ്? ഫക്ര ഹാദൽ മുസാരിഉ ചിന്തിക്കുകയാണ്, ബി അൻ യഖൂമ ബിദബ്ഹി ദജാജ, ആ കോഴി അങ്ങ് അറുത്തു കളഞ്ഞാലോ, ലിസ്തിഖ്റാജി മാ യഹ്വീഹി ബത്നുഹ, വയറ്റിലുള്ള എല്ലാ സ്വർണ്ണമുട്ടകളെയും ഒറ്റയടിക്ക് പുറത്തെടുത്താലോ, ഇസ്തിഖ്റാജ് പുറത്തെടുക്കാം. മാ യഹ്വി, യഹ്തവ യഹ്തവി, ഹവ യഹ്വി കണ്ടെയ്ൻ ഉൾക്കൊള്ളുന്ന, ബത്തിന് വയറിലുള്ള എല്ലാത്തിനെയും പുറത്തെടുത്താലോ, മിൻ ബൈദാത്തിൻ ദഹബിയ്യ എല്ലാ സ്വർണ്ണമുട്ടകളെയും, ഇതാണ് ആഗ്രഹം. യബിഉഹാ വയഹ്സുലു മിൻഹൽ കസീറ മിനൽ മാൽ, അങ്ങനെ അതിനെ കൊണ്ടുപോയി വിൽക്കും, എന്നിട്ട് ഒരുപാട് പണം അതിൽ നിന്ന് നേടുകയും ചെയ്യും. അങ്ങനെ ഒരു ആഗ്രഹമാണ് കൃഷിക്കാരന് ഉടലെടുക്കുന്നത്. അഖ്ബറൽ മുസാരിഉ സൗജതഹു ബിമാ യൻവീഹി ഫഹാവലത് നസ്ഹഹു ബിഅൻ ലാ യഫ്അല ദാലിക ഇല്ലാ അന്നഹു ലം യഖ്ബൽ. ഈ വിവരം അഖ്ബറൽ മുസാരിഉ സൗജതഹു, ഈ വിവരം തൻ്റെ ഭാര്യയെ അറിയിച്ചു. അഖ്ബറൽ മുസാരിഉ സൗജതഹു, അഖ്ബറ ഇൻഫോം ചെയ്തു, അറിയിച്ചു കൊടുത്തു. ബിമാ യൻവീഹി ഉദ്ദേശിക്കുന്ന തങ്ങളുടെ നിയ്യത്ത്, ഉദ്ദേശമാണ് അറിയിച്ചു കൊടുക്കുന്നത്. ഫഹാവലത്ത് ഭാര്യ നന്നായിട്ട് പരിശ്രമിച്ചു, ഹാവലത്ത് പരിശ്രമിച്ചു, നസ്ഹഹു അദ്ദേഹത്തെ ഉപദേശിക്കാൻ. എങ്ങനെ? ബി അല്ലാ യഫ്അല ദാലിക ചെയ്യാതിരിക്കാൻ, ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപദേശം നൽകുന്നത്. പക്ഷേ ഇല്ല അന്നഹു, പക്ഷേ അദ്ദേഹം ലം യഖ്ബൽ സ്വീകരിച്ചില്ല. അഅദ്ദൽ മുസാരിഉ സിക്കീന വശഖ ബത്ന ദജാജ ലിഹുസൂലി അൽ ബൈളാത്തി ദഹബിയ്യ, അദ്ദേഹം കത്തിയൊക്കെ റെഡിയാക്കി വയറ് പിളർന്നു. എന്തിന്? സ്വർണ്ണമുട്ടകൾ ഒറ്റയടിക്ക് നേടാൻ വേണ്ടിയിട്ട്. അഅദ്ദൽ മുസാരി, അഅദ്ദ തയ്യാറാക്കി, ഇഅദാദ് അഅദ്ദ ഒക്കെ സെറ്റാക്കി, കത്തിയൊക്കെ റെഡിയാക്കി വെച്ചു. വശഖ പിളർന്നു, ബത്ന ദജാജ ആ കോഴിയുടെ വയറ് പിളർന്നു. ലിൽ ഹുസൂലി
കിട്ടാൻ. അൽ ബൈദാത്ത് ദഹബിയ്യ, സ്വർണ്ണമുട്ടകളെ. ഫലം യജിദ് ഫീഹി ഇല്ല ദമ വൽ അഹ്ശാ, പക്ഷേ രക്തവും കുടൽമാലകളുമല്ലാതെ മറ്റൊന്നും കിട്ടിയില്ല. ഫലം യജിദ് ഫീഹി, ഒന്നും കിട്ടിയില്ല. ഇല്ല ദം, രക്തമല്ലാതെ. രക്തം കുറച്ച് കിട്ടി. വൽ അഹ്ശാ, കുടൽമാലകളും, അതുമാത്രമാണ് അതിനുള്ളിലുള്ളത്. ഫജലസ വസൗജതുഹു യബ്കിയാനി, രണ്ടുപേരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും യബ്കിയാനി, രണ്ടുപേരും കരയുന്നവരായി. ഫഖദ് ഖസിറാ, രണ്ടുപേരും പരാജയപ്പെട്ടു, നഷ്ടപ്പെട്ടു. ബിസബബി ത്വമഇ, ത്വമ ഗ്രീഡ്, അത്യാഗ്രഹം കാരണത്താൽ. ദജാജതഹുമ, അവിടെ കോഴിയെ നഷ്ടപ്പെട്ടു. ചില്ലറ കോഴിയാണോ? ദജാജ ദഹബിയ്യ, സ്വർണ്ണ കോഴിയാണ് നഷ്ടപ്പെട്ടത്. അല്ലത്തി കാനത്ത് മസ്തർ റിസ്ഖിഹിമൽ യൗമി, അത് കാനത്ത് മസ്തർ റിസ്ഖിഹിമൽ യൗമി, ഡെയിലി എല്ലാ ദിവസവും അവർക്ക് കിട്ടിയിരുന്ന ഭക്ഷണത്തിൻ്റെ, അന്നത്തിൻ്റെ സ്രോതസ്സായിരുന്നു. മസ്തർ, സോഴ്സ്, സ്രോതസ്സായിരുന്നു. റിസ്കിൻ്റെ, അൽ യൗമി, ഡെയിലി ദിനേന കിട്ടുന്ന അന്നത്തിൻ്റെ സ്രോതസ്സാണ് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. തുഅതീന ബസീറത്തൻ الطمع يؤدي إلى الخسارة، خسارة الدنيا والآخرة. الطمع البحث المستمر للثروة وللمكانة وللسلطة. وإن الطماع، وحينما يكون الرجل طماعا، حينما يكون عنده 100 أرض يريد 101 من الأرض، وحينما يكون عنده 1,000,000 وهو يريد أن يكون من أصحاب 1,000,000,000، وهذا طمع. بل إن هذا الطمع يؤدي إلى الخسارة وإلى القلق والاضطراب. يكون هذا الرجل الطماع مضطربا وقلقا في كل آن وحين، لا يشعر بالسعادة والفرح والسرور في كل حين وآن، وهو عابد، وهو عبد الهموم والغموم والأحزان والاكتئاب. لذا أيها التلاميذ، علينا أن نتمسك بخلق النبي صلى الله عليه وسلم، وهو يقول: ليس الغنى عن كثرة العرض، ولكن الغنى عن النفس. إن النفس واجب علينا إن شاء الله بتوفيق الله وبإذن الله. علينا أن نتمسك بهذه الخلق العظيم، الصفة الحميدة إن شاء الله. والسلام عليكم ورحمة الله وبركاته.